കോവയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒരു പിടുത്തം കോവയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നാക്കി എടുത്തിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും വിദ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോവയ്ക്ക വെച്ചിട്ടൊരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും കോവയ്ക്ക വെച്ചിട്ട് മെഴുക്കുവരട്ടി അത് എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമുക്കിന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഉപ്പിലിട്ടൊക്കെ കോവയ്ക്ക കഴിക്കുന്നില്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. കോവയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ആവശ്യത്തിന് ഒരു ചുള വെളുത്തുള്ളി എടുത്തിട്ട് വെച്ചെടുത്തു. പിന്നെ പച്ചമുളക് 4 പച്ചമുളക് അരിഞ്ഞു വെച്ചു. പിന്നെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കോവയ്ക്കയിൽ ധാരാളം വൈറ്റമിൻസും അയേണും അടങ്ങിയിട്ടുണ്ട്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാനൊക്കെ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് കോവയ്ക്ക. സ്റ്റൗ കത്തിച്ചൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്ന് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മൂടി വെച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. നല്ലോണം അങ്ങ് വെന്ത് പോകുന്നു വേണ്ട. എല്ലാം കൂടി ഇളക്കി മിക്സാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. കോവയ്ക്കൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കോവയ്ക്കൊക്കെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. നന്നായി വെന്ത് പോവണ്ട, ഒരു കടി വേണം, അതുപോലെ വേവിച്ചാൽ മതി. കടിക്കുമ്പോൾ ഒരു കടി കിട്ടുന്ന പോലെ വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയൊക്കെ ഒഴിച്ച് നമ്മൾ സൂപ്പർ കോവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ എല്ലാ തരം അച്ചാറും ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കോവയ്ക്ക വെച്ചിട്ട് ഒരു അച്ചാറിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുൻപ് ഞാൻ ഇന്ന് തയ്ച്ച ചെറിയൊരു ഉടുപ്പ് കാട്ടിത്തരാം. ചെറിയൊരു കുട്ടിക്ക്
തയ്ച്ചതാണ്, ഒരു പാവാടയും ബ്ലൗസും. അപ്പോൾ അതും കൂടി കാട്ടിത്തരാം. അപ്പോൾ ഞാൻ തയ്ച്ച ഈ പാവാടയും ബ്ലൗസിൻ്റെയും അഭിപ്രായം എല്ലാവരും പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഉടുപ്പിൻ്റെ അഭിപ്രായം എല്ലാവരും പറയണേ. ഇത് പാവാടയും ബ്ലൗസുമാണ്. പാവാട അടിക്കാനുള്ള തുണിയേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ബ്ലൗസ് അടിക്കാൻ തുണിയില്ലായിരുന്നു. അതുകൊണ്ട് കയ്യിൽ വള്ളിയൊക്കെ വെച്ച് കൊടുത്തു. ഒരു പാവാടയും ബ്ലൗസും അടിക്കാൻ തന്നതാണ് അവർ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു തുണി തികയില്ല എന്ന്. അപ്പോൾ ഇതുപോലെ അടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.